അങ്കമാലി വാഹനാപകടത്തിൽ ജാസ്ലിയ ജോൺസൺ എന്ന 19 വയസ്സായ മോള് മരണപ്പെട്ടു. മസ്തിഷ്ക മരണം സംഭവിച്ചു. 28-ാം തീയതി നടന്ന സംഭവമാണ്. ആ റോഡിന് ഒരു ശകലം പോലും വീതിയോ ഒന്നുമില്ല. കൊടും വളവിൽ വെച്ചായിരുന്നു സംഭവം നടക്കുന്നത്. ജാസ്ലിയ കോളേജിലും പോവും, അതിനൊപ്പം പാർട്ട് ടൈം ജോലിക്കും പോയിക്കൊണ്ടിരുന്നു. വെറും പാവപ്പെട്ട കുടുംബത്തിലെ ഒരു കുട്ടിയായിരുന്നു. 2 മക്കളാണ്. മൂത്ത മകളാണ് ജാസ്ലിയ, ഇളയത് ഒരു ആൺകുട്ടി. അപ്പം ഈ മോളെ ഒരു പ്രതീക്ഷയോടുകൂടി വളർത്തിക്കൊണ്ടിരുന്നു മാതാപിതാക്കൾ. ഈ കോളേജിൻ്റെ അടുത്ത് വെച്ച് തന്നെയാണ് സംഭവം. ഈ കുട്ടി കോളേജ് ക്ലാസ്സും കഴിഞ്ഞ് അതിനിടയിൽ വെച്ച് പാർട്ട് ടൈം ജോലിയും കഴിഞ്ഞ് തിരിച്ച് കോളേജ് ഹോസ്റ്റലിലേക്ക് വരുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. ആ ഒരു വളവിൻ്റെ ഭാഗം അവിടെ വെച്ചിട്ട് ഇത് സംഭവിക്കുന്നു. കുട്ടിയെ ഇടിച്ച് തെറിപ്പിച്ച് അങ്ങ് ഉരുട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. എന്നിട്ട് അത് ഇന്നലെ മരണത്തിന് കീഴടങ്ങി. മസ്തിഷ്ക മരണം സംഭവിച്ചു മോക്ക്. ഈ മകള് മരിച്ചെങ്കിൽ 4 പേർക്ക് അത് പുതുജീവനായിട്ട് അവയവങ്ങൾ ദാനം ചെയ്തു. ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്ന മകൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഈ മകളെ വളർത്തി. ഈ മകളാണ് ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണല്ലോ ഈ പഠിക്കാൻ പോകുന്ന സമയത്ത് തന്നെ ഫീസ് കൊടുക്കാനായിരുന്നാലും ഈ കുട്ടിയാണ് പണം കണ്ടെത്തിക്കൊണ്ടിരുന്നത്. അതിനാണ് ഈ പാർട്ട് ടൈം ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. എന്നിട്ട് സ്പോർട്സിലൊക്കെ നല്ല മിടുക്കിയായിരുന്നു ഈ മോള്. ഈ കുട്ടിയെ ഇടിച്ച് തെറിപ്പിച്ചവൻ ആ വാഹനം നിർത്താതെ പോയി. അതാണ് അതിലും അത്ഭുതം. അവൻ ഒരു ഡോക്ടറാണ്. ഇടിച്ച് തെറിപ്പിച്ചിട്ടവൻ്റെ വാഹനം പിന്നെ ഇന്ന ആളാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. ഡോക്ടർ സിറിയക് എന്നാണ് അവൻ്റെ പേര്. ഹൗസ് സർജനാണ്. ഒരു ഡോക്ടറായിട്ട് ഈ വാഹനം നിർത്താതെ പോയി. അപ്പം ഇവന് വേറെന്തൊക്കെയോ പരിപാടി കാണും. ഇവൻ ഒന്നീ മയക്കുമരുന്നോ അങ്ങനെ എന്തോ അടിച്ചുകൊണ്ടായിരിക്കും ഈ വാഹനം ഓട്ടിച്ചത്. കോളേജും അതുപോലെ തന്നെ സ്കൂളും ഉള്ള സ്ഥലമാണ്. ഒരു ഹമ്പില്ല. സ്കൂളിൻ്റെയും കോളേജിൻ്റെയും ഭാഗത്തൊക്കെ ഹമ്പ് സാധാരണ കാണാറുണ്ട്. പിന്നെ സിഗ്നലില്ല, സീബ്ര ക്രോസ് ഇല്ല, ഇതൊന്നുമില്ല. നടവഴി പോലും ഇല്ലാത്ത ഒരു സ്ഥലത്താണ് ഈ കോളേജും സ്കൂളുകളും ഇരിക്കണം. ഒരുപാട് കുട്ടികൾ ഇതുപോലെ നടന്നു പോകുന്നതാണ്. സ്പീഡിന് വരുന്ന വാഹനങ്ങൾ ഇടിക്കാൻ സാധ്യതയുണ്ട്. അവിടെ മുമ്പും ഇതുപോലെ മരണം സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇഷ്ടം പോലെ ഉള്ള ഒരുത്തനാണ് ഈ കുട്ടി. ഒരു പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിയാണ്. അതുകൊണ്ട് അവനെ സംരക്ഷിക്കാനും ആളുണ്ട്. 28-ാം തീയതി നടന്ന സംഭവത്തിൽ അവൻ ഒളിവിൽ പോയിരിക്കുകയാണ്. അവൻ എന്തിനു ഒളിവിൽ പോണു? ഇതാണ് ആ ഒരു ഡോക്ടർ. ഒരു ജീവൻ രക്ഷിക്കാനുള്ള സ്ഥാനത്ത് ഇടിച്ച് മറിച്ച് തെറിപ്പിച്ചതിന് ശേഷം ബോധമില്ലാതെ തന്നെ ആവട്ടെ, ബോധമില്ലാതെ ചെയ്തതായിരിക്കും. എന്നിട്ട് പണത്തിന്റെ അഹങ്കാരമായിരിക്കും അവൻ ഒളിവിൽ പോയിരിക്കണം. അപ്പൊ ആ ന്യൂസ് ഒന്ന് കേൾക്കാം. ഒരു ഡോക്ടറുടെ ഭാഗത്തു നിന്നാണ് ഈ പാളിച്ച ഉണ്ടായത്. എന്നിട്ടും വാഹനം നിർത്താതെ പോവുകയായിരുന്നു. മറ്റെന്തെങ്കിലും കാരണം ഈ നിർത്താത്തതിന് പിന്നിൽ ഉണ്ടാവും. ലഹരിയോ മദ്യമോ മറ്റോ ഉപയോഗിച്ച് വാഹനം ഓടിച്ച് ഉണ്ടാക്കിയ അപകടമായിരിക്കാം. അതൊക്കെ ആയിരിക്കാം ഒളിവിൽ പോയത്. തീരെ പൗരബോധമില്ലാത്ത ഈ മനുഷ്യനെ പിടികൂടാനുള്ള എന്ത് സംവിധാനങ്ങളാണ് ഇപ്പോൾ തുടരുന്നത്? ജാസ്ലിയുടെ അപകട മരണത്തിൽ പ്രതിയായിട്ടുള്ള ഡോക്ടർ സിറിയക്കിനായി പോലീസ് ഇപ്പോൾ തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് പോലീസ് ഇപ്പോഴാണ് തെരച്ചിൽ ഊർജിതമാക്കിയത്. ഇങ്ങനെ ഒരു സംഭവം നടന്ന് ഉടൻ തന്നെ ഇയാളെ വണ്ടി ആണെന്നുള്ളത് കണ്ടുപിടിച്ചു, ഇയാളാണെന്നുള്ളത് അറിഞ്ഞു. എന്നിട്ട് പോലീസ് ഉണർന്ന് പ്രവർത്തിക്കണം ഇപ്പോഴാണ്. ഇപ്പം എത്ര ദിവസമായി? 5-6 ദിവസമായി സംഭവം നടന്നിട്ട്. ഇത്രയും ദിവസം വൈകിയായിരുന്നു പോലീസിന്. ലുക്കൌട്ട് സർക്കുലർ ഇറക്കാനാണ് പോലീസിന്റെ നീക്കം. എയർപോർട്ടിലും മറ്റും ഇത് കാണിച്ചുകൊണ്ട് ലുക്കൌട്ട് സർക്കുലർ ഇറക്കും. കാരണം വിദേശത്തേക്കും മറ്റും കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം അതിരപ്പുഴയിലെ വീട്ടിലടക്കം പോലീസ് പരിശോധന നടത്തിയിരുന്നു. അതിനുശേഷം ലൊക്കേഷൻ എടുത്ത് കൂടുതൽ പരിശോധന നടത്തി. തുടർന്നാണ് ഏലപ്പാറയിലെ വീട്ടിൽ ഉൾപ്പെടെ പോലീസ് സംഘം എത്തി പരിശോധന നടത്തിയിട്ടുള്ളത്. ഇപ്പോഴും ആ മേഖലകളിൽ, കോട്ടയം, ഇടുക്കി മേഖലകളിലൊക്കെ തന്നെ പോലീസ് തുടരുകയാണ് ഈ സിറിയക്കിനെ പിടികൂടാൻ. നേരത്തെ മോത്തി സൂചിപ്പിച്ചതുപോലെ ഇത് യവന്മാരെ ഒരടവെന്ന് പറഞ്ഞാൽ ഇതുപോലെ പാവപ്പെട്ടവരായിരിക്കട്ടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അവരെ ഇടിച്ചു മറിച്ചിടും. ഇടിച്ചു മറിച്ചിട്ടതിന് ശേഷം യവന്മാർ വണ്ടി നിർത്താതെ അങ്ങ് പോവും. എന്നിട്ട് പോണത് ഒളിവിലങ്ങ് പോവും. ഒളിവിൽ പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് യവന്മാർ ഒന്നുകിൽ കീഴടങ്ങും. അപ്പോൾ ആ ഒരു ചൂടൊക്കെ, ആ വാർത്തയുടെ ചൂടൊക്കെ ഒന്ന് കുറയും. ഇതാണ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ മണിയമ്പിള്ള രാജു
അയാൾ ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് വെച്ച് നടന്ന സംഭവമാണ്. ഇതുപോലെ 2 കുട്ടികൾ ബൈക്കിൽ പോവുകയാണ്. ആള് ക്ലബ് ഹൗസിൽ നിന്ന് അങ്ങനെ എങ്ങാണ്ട് ഇറങ്ങി വരുന്ന വഴിക്ക് ഇങ്ങനെ ഇടിച്ച് തെറിപ്പിച്ച്. ഈ കുട്ടികൾ സ്പീഡിന് പോവുമായിരുന്നു, 2 കുട്ടികളും. പക്ഷെ അവർക്ക് അപകട നില അവർ തരണം ചെയ്തു. ഈ മണിയമ്പിള്ള രാജു നിർത്താതെ അങ്ങ് പോയി. അയാൾ പറയുന്ന അവസാനം പേടിച്ചിട്ടാണ്. എന്നിട്ട് ഇയാൾ പിറ്റന്നാണ് ഹാജരാവണത്. അപ്പം ഇവരെ ഒരു സ്ഥിരം പരിപാടിയാണ്. ഇടിച്ചിട്ടാ ആ ജീവന് തുടിപ്പുണ്ടാവും എന്ന് പോലും നോക്കൂല. അവരങ്ങ് കളഞ്ഞിട്ട് പോവേണേന്. ഈ പെൺകുട്ടി എന്തുമാത്രം വേദന അവിടെ കിടന്ന് തിന്നു. എന്നിട്ട് അതിന് ശേഷമാണ് അത് മരണത്തിന് കീഴടങ്ങിയത്. പ്രധാനപ്പെട്ടതാണ്. അതായത് ഒരു അപകടം ഉണ്ടാക്കിയ ശേഷം നിർത്താതെ പോവുകയാണ്. അതാണ് ആരുടെ ഭാഗത്തു നിന്നാണ് അത് ഉണ്ടാകുന്നത്? ഒരു ഡോക്ടർ, ഹൗസ് സർജന്റെ ഭാഗത്തു നിന്നാണ് അത് ഉണ്ടാകുന്നത്. ജീവൻ രക്ഷിക്കേണ്ട ബാധ്യത ഉണ്ടായിരുന്നു, അയാൾ അത് ചെയ്തിട്ടില്ല. വളരെ നടുക്കുന്ന ഒരു സംഭവമായിരുന്നു. നമ്മൾ ദൈവതുല്യർ അല്ലെങ്കിൽ ദൈവത്തിന്റെ കരങ്ങൾ ഉള്ളവരെന്നാണ് ഈ ഡോക്ടർമാരെ വിളിക്കുക. ഇതിപ്പോ ചെകുത്താന്റെ കരമെന്ന് പോലും പറയാൻ കഴിയാത്ത വിധം ഒരു ചെകുത്താനും അല്ല, ഇത് പിശാച്. സാധാരണ നമ്മൾ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഒരു ആശുപത്രികളിൽ ചെല്ലണത്. ഒരുപാട് സംഭവങ്ങൾ തന്നെ. ഈ ശസ്ത്രക്രിയ നടന്നാൽ തന്നെ എന്തെല്ലാം സംഭവങ്ങളാണ് അവിടെ നടക്കുന്നത്. ഡോക്ടർമാരെ വശത്തുനിന്ന് പിഴവ് പറ്റണത്. അതുപോലെ ഒരു ഗർഭിണിയെ മാസം തികഞ്ഞ് പ്രസവിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഒന്നീ അമ്മ പോവും, അമ്മ മരണത്തിന് കീഴടങ്ങും, അല്ലെങ്കിൽ കുട്ടിയെ കിട്ടൂല. ഇതൊക്കെ അല്ലേ നടക്കുന്നത്. രോഗികൾക്ക് ഇപ്പോൾ ആശുപത്രിയിലെ വിശ്വാസം തന്നെ ഇല്ലാതായി കഴിഞ്ഞ്. പേടിയാണ്, ആളുകൾക്ക് പേടിയാണ് ഇപ്പോൾ ആശുപത്രികളിൽ പോവാൻ. മാറി എന്ന് ആരെയും പേടിക്കാതെ നമുക്ക് പറയാൻ പറ്റും. അത്യന്തം മോശമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള എത്തിക്സ് കാണിക്കാത്ത ഒരു നടപടിയാണ് ഈ ഡോക്ടർ സിറിയക്കിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒരു വാഹനാപകടം ഉണ്ടാകുന്നു, അതിനുശേഷം നിർത്താതെ പോകുന്നു. കാരണം ജീവൻ രക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഒരാൾ കൂടിയാണ്. അങ്ങനെ ചെയ്യേണ്ട ഒരാൾ അത് ചെയ്യാതെ പോവുകയാണ്. അതുവഴി എന്താണ് സംഭവിക്കുന്നത്? ആ കുടുംബത്തിന്റെ പ്രതീക്ഷയായിട്ടുള്ള ജാസ്ലിയയാണ് അവർക്ക് നഷ്ടമാകുന്ന, കുടുംബത്തിന് നഷ്ടമാകുന്നത്. ഏറെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെയായി വളർത്തിക്കൊണ്ടുവന്ന കുട്ടിയായിരുന്നു. മാത്രമല്ല ജോലി, അതോടൊപ്പം തന്നെ പഠനത്തോടൊപ്പം ജോലി, സ്പോർട്സിലും മികവ് തെളിയിച്ചിരുന്നു. അങ്ങനെ ആ രീതിയിൽ പോയിരുന്ന ഒരു കുട്ടിക്കാണ് ഈ തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. എന്നിട്ടും ആ വേദനക്കിടയിലും 4 പേർക്ക് പുതുജീവൻ നൽകിയാണ് ജാസ്ലിയ യാത്രയാകുന്നത്. ഇതിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും തുടക്കത്തിൽ ചില പിഴവുകളും വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. കാരണം ഈ സംഭവം ഉണ്ടായി, ഇതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടായപ്പോൾ പോലീസ് ആദ്യഘട്ടത്തിൽ തണുത്ത രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതിയെ പിടികൂടുന്നതിന്റെ ഭാഗമായി നടത്തിയത് എന്ന വിമർശനവും ശക്തമാണ്. അതിനുശേഷം ഇപ്പോൾ പോലീസ് ഉണർന്നിട്ടുണ്ട്. ഇത് വലിയ തോതിൽ തന്നെ ചർച്ചയാവുകയും അതിന് ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ദൃശ്യങ്ങൾ പുറത്തു വന്ന് ആ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്ത് വിട്ട് ഈ കുട്ടിയെ വാഹനം ഇടിക്കുന്നതും അത് തെറിച്ച് റോഡിലൂടെ പോണതും അതങ്ങനെയൊക്കെ പുറത്ത് വിട്ടപ്പോഴത്തേക്ക് പോലീസ് ഒന്ന് ഉണർന്നു. ന്യൂസുകളിൽ നിരന്തരം ഇങ്ങനെ വാർത്തയാക്കിക്കൊണ്ടിരുന്നതിൻ്റെ പേരിൽ പോലീസ് ഉണർന്നു എന്നാണ് പറയണത്. ഇത്തരത്തിൽ ഒരു വലിയ തോതിലുള്ള നെഗ്ലിജൻസ്, അല്ലെങ്കിൽ എന്താ നെഗ്ലിജൻസ് എന്ന് മാത്രമല്ല പറയേണ്ട, അത്രത്തോളം ക്രൂരത എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ട ഒരു ഈ സിറിയക്കിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ഈ പ്രവൃത്തി, അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കുറെ കൂടി ശ്രദ്ധ വന്നതിന് പോലീസ് തുടക്കത്തിൽ കാണിച്ച തണുപ്പൻ മട്ട് അതെന്തായിരുന്നു രാഗിന്? ഇത് പ്രതിയെ അന്വേഷിക്കാൻ ഈ CCTV ദൃശ്യങ്ങൾ ഉപയോഗിച്ച് പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടക്കത്തിൽ ഉണ്ടായില്ലേ പോലീസിന്റെ ഭാഗത്തുനിന്ന്? അത്തരം വിമർശനങ്ങളാണ് ഇതിന്റെ ഭാഗമായി ഇപ്പോൾ ഉയർന്നു വരുന്നത്. കാരണം പോലീസ് ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് ഉണ്ടാകുന്നത്. ഇതിപ്പോൾ ഇത്രയും ദിവസമായിരിക്കുന്നു, 5 ദിവസത്തോളം ഒക്കെ 5 ദിവസമായിരിക്കുന്നു. അപ്പോൾ അത് ഈ തുടക്കഘട്ടത്തിൽ ഈ പറയുന്ന എറണാകുളത്തോ കോട്ടയത്തോ ഇടുക്കിയിലോ ഒക്കെ ഈ വ്യക്തി ഉണ്ടാവും. ഇത്തരത്തിലൊരു സംഭവം നടത്തി പോകുമ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം എത്രയോ കേസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരിക്കണം അവനെ കാണാനില്ലെന്ന്. അത് മിക്കുള്ള കേസുകളിലും ഇങ്ങനെ തന്നെ. അവന്മാരെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവസാനം ലുക്കൌട്ട് നോട്ടീസ് ഇറക്കും, യവന്മാരെ കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചിലർ സ്വയം വന്ന് കീഴടങ്ങണവരുണ്ട്. ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ചൂട് വാർത്തയൊക്കെ തണുക്കുമ്പോൾ പിന്നെ എന്തോന്നാണ്. ഇപ്പം ഈ ഇടയ്ക്ക് തന്നെ സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ സീരിയൽ നടൻ ഒരു വഴിയിൽ കൂടെ നടന്നു പോയ ലോട്ടറി വിറ്റുകൊണ്ട് വഴിയിൽ കൂടെ നടന്നു പോയ ഇത്തിരി പ്രായം ചെന്ന ഒരാളിനെ ഇതുപോലെ തന്നെയാണ് ഇടിച്ച് തെറിപ്പിച്ചത്. അത് മദ്യത്തിൻ്റെ പുറത്ത്, ലഹരിയുടെ പുറത്ത് ചെയ്യുന്ന വേലകൾ. എന്നിട്ട് അത് ഇതുപോലെ 3-4-5 ദിവസം കിടന്നതിന് ശേഷം അവർ മരണത്തിന് കീഴടങ്ങി. എന്നിട്ട് എന്തോന്നാണ് ചെയ്തത്? അവന് ഇതുപോലെ പോയിട്ട് കുറച്ച് ദിവസം കൊണ്ട് എങ്ങനെയോ മാറി നിന്നതിന് ശേഷം പിന്നെ അവസാനം പോലീസിൽ അവർ കീഴടങ്ങിയതിന് ശേഷമോ സുഖമായിട്ട് അവർ വെളിയിൽ പോവില്ലേ? അവർ വെളിയിൽ പോയെന്ന് തോന്നുന്നു. അവനും വെളിയിൽ ഇറങ്ങി. ഇനിയിപ്പം എന്തോന്ന് സീരിയലിലൊക്കെ അഭിനയങ്ങൾ ഇനിയും തുടർന്ന് കൊണ്ടുവരുമെന്നൊക്കെ. ഇതൊക്കെ കുറച്ച് ദിവസത്തെ ഒരു ന്യൂസ് മാത്രം. നഷ്ടപ്പെട്ടത് ആ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടു. ആ കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു ഈ പെൺകുട്ടി.
അതാ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത്ര ഈ ചെറുപ്രായത്തിൽ പഠനം കൊണ്ടുപോകണം, പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. എന്നിട്ട് ഈ കുട്ടി പാർട്ട് ടൈം ജോലിക്കും പോകണം. എന്നിട്ട് അത് കൊണ്ടുവന്ന് ആ വരുമാനം അതിന് പഠിക്കാനായിട്ട് ചിലവാക്കുന്നു, അതിൻ്റെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് കൊടുക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ മോൾ അത്ര നല്ല മോളായിരുന്നു. എന്നിട്ട് സ്പോർട്സിലൊക്കെ പങ്കെടുത്ത് നല്ലൊരു മിടുക്കി മോളായിരുന്നു. പോസ്റ്റ്മോർട്ടമൊക്കെ കഴിഞ്ഞ് കൊണ്ടുവന്നു ആ ഒരു രംഗം അതിനെ പൊതുദർശനത്തിന് വെച്ചപ്പോൾ ആ ഒരു അവസ്ഥ വേണം കാണാൻ. സഹിക്കാൻ പറ്റൂല നമുക്ക്. 4 പേർക്കാണ് അവയവങ്ങൾ ദാനം ചെയ്തത്. വൃക്ക, കരൾ, നേത്രപടലം എന്നിവയാണ് ദാനം ചെയ്തത്. സ്നേഹമോൾ നയനാൻ നമുക്കൊപ്പം ചേർന്നൊരു സ്നേഹ കണ്ടു നിൽക്കാൻ കഴിയാത്ത കാഴ്ചയാണ്. കുടുംബത്തിന്റെ ഒരു മോള് വിളിക്കണ പോവല്ലേ ചേച്ചിന്ന് വിളിക്കണ അത്ര സ്നേഹമുള്ള ഒരു മോളായിരുന്നു മരിച്ചത്. അത്രയ്ക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. കോളേജിൽ ടീച്ചർമാരുടെ അടുത്തായിരുന്നാലും ഒക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. സുഹൃത്തുക്കളുടെ അധ്യാപകരുടെ ഒക്കെ വേദന. തീർച്ചയായും ആര്യ, ഈ അപകടമുണ്ടാകുന്നത് 28-ാം തീയതിയാണ്. ഈ കുട്ടി, അതായത് ജസ്ലിയ 19-കാരിയാണ്. അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിലെ ബികോം 2ാം വർഷ വിദ്യാർത്ഥിനിയാണ്. പഠനത്തോടൊപ്പം തന്നെ കുട്ടി ജോലിയും നോക്കുന്നുണ്ട്. അങ്ങനെ ജോലി കഴിഞ്ഞ് വൈകുന്നേരം കോളേജ് ഹോസ്റ്റലിലേക്ക് മടങ്ങുന്നതിനിടെയാണ് XUV അമ്മയും സഹോദരനാണെന്ന് തോന്നുന്നു അവിടെ ഇരിക്കുന്നത്. സഹോദരന് ഈ മോളെ ഇളയതാണ്. അപ്പോൾ അവന് എന്നെ എത്ര വയസ്സുണ്ടെന്നറിയാല്ല. ഇനി ആ ഒരു കുട്ടിയുടെ പ്രതീക്ഷ. ഇത് പക്ഷെ ഭയങ്കര മിടുക്കി മോളായിരുന്നു. 700 കാർ ഇടിച്ച് കുട്ടിയെ തെറിപ്പിച്ചത്. അപ്പോൾ തന്നെ തലയ്ക്ക് ഗുരുതരമായി തന്നെ കുട്ടിക്ക് പരിക്കേറ്റിരുന്നു. ഉടനെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ കുട്ടിയെ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കുട്ടിക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചത്. തുടർന്ന് 4 പേർക്ക് അവയവം ദാനം ചെയ്യുകയായിരുന്നു. വൃക്ക, കരൾ, അതോടൊപ്പം തന്നെ നേത്രപടലം തുടങ്ങിയ അവയവങ്ങളാണ് 4 പേർക്കായിട്ട് ദാനം ചെയ്ത് ജസ്ലിയ മടങ്ങുന്നതെന്ന് തന്നെയാണ്. ഈ കാറ് ഇടിച്ചിട്ട് നിർത്താതെ പോയി എന്നുള്ളതാണ്. ഈ കാറ് പിന്നീട് ശാസ്ത്രീയ പരിശോധനയ്ക്കൊക്കെ ശേഷം പോലീസ് കണ്ടെടുത്തിരുന്നു. അതിരമ്പുഴ സ്വദേശിയായ തോമസ് ജോർജിൻ്റേതാണ് ഈ കാറ് എന്നാണ് കണ്ടെത്തിയത്. തോമസ് ജോർജിൻ്റെ മകനും അതോടൊപ്പം തന്നെ ചാലാക്കൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടറുമായ സിറിയക്കാണ് ഈ വാഹനം ഓടിച്ചതും അതോടൊപ്പം തന്നെ കുട്ടിയെ ഇടിച്ചു തെറിപ്പിച്ചതിന് ശേഷം നിർത്താതെ പോയതും എന്നുള്ളതാണ്. എന്നാലും അതീവ ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ്. അല്പസമയം മുമ്പാണ് ജസ്ലിയയുടെ മൃതദേഹം കോളേജിലെ പൊതുദർശനത്തിന് ശേഷം എടവനക്കാടുള്ള വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഇന്ന് വൈകിട്ട് 3 മണിയോട് കൂടി തന്നെ വൈപ്പിൻ പള്ളിയിലാണ് ഈ കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് ആശുപത്രിയിലെത്തി ഒരു ആദര സൂചകമായി ഔദ്യോഗിക ബഹുമതികൾ കോളേജിൽ പൊതുദർശനത്തിന് വെച്ചായിരുന്നു. അതിനുശേഷം എന്നെ വീട്ടിൽ കൊണ്ടുവന്നു. ഇത് ഇങ്ങനെ സഹിക്കണം. ഈ മാതാപിതാക്കൾ ഇതെങ്ങനെ സഹിക്കും? അവന് പണമുണ്ട്. അവൻ പണം ഉള്ളതിൻ്റെ പേരിൽ അവന് പണത്തിൻ്റെ അഹങ്കാരമാണ് അവൻ കാണിച്ചത്. ഇവന്മാരെയൊക്കെ ഡോക്ടറെന്ന് വിളിക്കണോ? പാവപ്പെട്ടവർ ആശ്രയിക്കുന്നതാണ് ഈ മെഡിക്കൽ കോളേജ്. അവർ ഒരു ചികിത്സയ്ക്ക് ചെല്ലുമ്പോൾ അവർക്കുണ്ടാവുന്ന അനുഭവങ്ങൾ പറയുന്നത് അതിനെക്കാട്ടി കഷ്ടം. എന്തെല്ലാം കാണിക്കണം. ഒരു ശസ്ത്രക്രിയ നടത്തിയ ഒന്നുകിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉപകരണങ്ങൾ, ഒന്ന് ശസ്ത്രക്രിയ ചെയ്യുന്ന സമയത്ത് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും പരസ്പരം. അതുകൊണ്ടാണല്ലോ ഇവർ മറന്ന് അതിനകത്ത് ഇവരെന്തോ ഇല്ല സൂക്ഷിച്ച് ബാഗിനകത്ത് വെക്കും കണക്കാണ് കത്രിക എടുത്ത് ആ ശസ്ത്രക്രിയ വയറിനകത്ത് വെച്ച് അവർ തുന്നിക്കെട്ടണതും. പിന്നെ വയറ് അതിനകത്ത് എന്തൊക്കെയോ അവർ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ കടുപ്പിച്ച് വെക്കുന്നുണ്ട്. അതുപോലെ ഒരു പ്രസവത്തിന് ചെല്ലുകയാണെങ്കിൽ അത് അവിടെ നടക്കുന്ന അതിനെക്കാട്ടി കഷ്ടം. അവരെ ഉപകരണങ്ങളെല്ലാം സൂക്ഷിച്ച് വെക്കാനുള്ളതാണ് ആ മനുഷ്യൻ്റെ ഒരു രോഗി എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ ചെല്ലുന്ന അവരെ ശരീരം. ഇപ്പം ഒരു ഡോക്ടറാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് അപകടങ്ങളുണ്ടാവും. പക്ഷേ ഇവരൊക്കെ ഇവരൊക്കെ പോയി ഒളിച്ചിരിക്കുകയാണ്. ചുമ്മാ എവിടെയൊക്കെ പോയിരിക്കുകയാണ് ഒളിവിൽ. ലുക്കൗട്ട് നോട്ടീസ് അയച്ചിരിക്കുന്നത്. വിദേശത്തോട്ട് കടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നെന്ന്. പോലീസ് എന്തുകൊണ്ട് അന്ന് ഉണർന്നില്ല? അന്നേ ഊർജിതം കാണിച്ച് ഇതിന് നല്ല ഒരു നടപടി എടുത്തിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പം അവനെ പിടിക്കുകയും ചെയ്യാമായിരുന്നു. അവന് പണമുണ്ട്. അവന് പണത്തിൻ്റെ അഹങ്കാരമാണ് കാണിക്കുന്നത്. ഈ പണമില്ലാത്ത വെറും പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണിത്.
പിന്നെ എന്താ അതിൻ്റെ വീട്ടുകാർക്ക് നഷ്ടപ്പെട്ടില്ലേ? ജസ്ലിയ മോളെ ടീച്ചർ പറയണത് കേട്ടോളണം. സ്പോർട്സ് ചെയ്തിട്ടല്ല ഞങ്ങളുടെ കൂടെ സ്പോർട്സിലേക്ക് എത്തിയത്. ഇവിടെ വന്നതിന് ശേഷം സ്പോർട്സ് ചെയ്യാൻ തുടങ്ങിയതായിരുന്നു. അവളുടെ വീട്ടിലെ അവസ്ഥ കാരണമാണ് അവൾ ശനി ഞായർ മാത്രം ഡൊമിനോസിന് പാർട്ട് ടൈം ജോലിക്ക് പോയത്. യൂണിവേഴ്സിറ്റി മത്സരങ്ങൾ കുറേ ഉണ്ടായിരുന്നതുകൊണ്ട് കുറേ ദിവസമായിട്ട് അവൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അന്ന് ആക്സിഡന്റ് ഉണ്ടായി. അന്ന് ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വേറൊരു മത്സരം ഉണ്ടായിരുന്നു. സിസ്റ്റർ പറഞ്ഞത് അവളോട് ആലുവയിലേക്ക് വരാനായിട്ട്. അന്ന് പോകുന്നില്ലെങ്കിൽ ഡൊമിനോസിലെ ജോലി പോകുന്നു പറഞ്ഞിട്ടാണ് കൊച്ചു. അന്ന് പോയില്ലെങ്കിൽ ആ ജോലി പോവും എന്ന് വിചാരിച്ചിട്ടാണ് ആ കുട്ടി അന്നും ജോലിക്ക് പോയത്. എന്നിട്ട് അതിനിതൊക്കെ വരാനിരുന്നു ജോലിക്ക് പോയത്. തിരിച്ച് ഞങ്ങൾ വന്നപ്പോ സിസ്റ്റർ വിളിച്ചു പറഞ്ഞു ജാസ്തി LF-ലാണ്, പെട്ടെന്ന് ക്രിറ്റിക്കലാണ്, വേഗം വരാൻ പറഞ്ഞു. ഞാൻ ചെന്ന് വിളിച്ചു നോക്കി. ഞാൻ വിചാരിച്ചു അവള് പേടിച്ചതായിരിക്കും വണ്ടി ഇടിച്ചതിന് വെച്ചിട്ടത്. നിങ്ങൾ തന്നെ അത് നോക്ക്. ആ വളവിന്റെ അവിടെ ആർക്കെങ്കിലും ജീവൻ കൈ പിടിച്ച് നടക്കാൻ പറ്റുമോ? അവള് സൈഡിൽ കൂടെ അല്ലേ നടന്നു തന്നെ. എത്ര സ്പീഡിലാ കാറ് വന്നേന്ന് നോക്ക്. ഞങ്ങൾ ഇവിടെ നടക്കുമ്പോ ബാക്കിലേക്ക് തിരിഞ്ഞ് നടക്കുക. കാരണം എപ്പോഴും ഒരു വണ്ടി വന്ന് ഇടിക്കണേന്ന് അറിയില്ല. ഞാനിവിടെ വന്ന വർഷം മുതല് ഈ കോളേജിന്റെ മതിലെല്ലാം വണ്ടി ഇടിച്ച് ചിലപ്പോ വണ്ടിയൊക്കെ മലർന്നിങ്ങനെ കിടക്കണ്ടാവും. ഇപ്പൊ ഞങ്ങളുടെ ഇതൊക്കെയാണ് ആ ടീച്ചറിന്റെ വാക്കുകൾ. ആരെ കൊണ്ടും കണ്ടു നിൽക്കാനും കേട്ട് നിൽക്കാനും പറ്റാത്ത അത്രയും അവസ്ഥയാണ്. കോളേജ് ആ ഇരിക്കണ ഭാഗം ഒരു കൊടും വളവാണ്. ആ വളവിലൂടെ വണ്ടി ഇങ്ങനെ വരുമ്പോൾ ചീറിപ്പാഞ്ഞ് വരും. പക്ഷെ ആ നടവഴി പോലും ജനങ്ങൾക്ക് നടന്നു പോകാനുള്ള ഒരു വഴി പോലും ഇല്ല. അത് കോളേജും സ്കൂളുകളും ഉള്ള ഭാഗമാണ്. അപ്പോൾ ഒരു ഹമ്പ് പോലും അവിടെ വെച്ചിട്ടില്ല, സീബ്ര ക്രോസ് ഇല്ല, സിഗ്നലില്ല, ഒന്നുമില്ല. ഇതെന്തോന്നാണിത്? സാധാരണ ഇങ്ങനെ ഉള്ളിടത്ത് നമുക്ക് ഒരു റോഡ് മറികടക്കാനായിട്ട് സീബ്ര ക്രോസ് അങ്ങനെയൊക്കെ കാണും. ഇതൊന്നുമില്ല. ഇങ്ങനെ വളഞ്ഞ് സ്പീഡിന് വരുന്ന വണ്ടികൾ മിക്ക ഉള്ളതും കോളേജിൻ്റെ ഹോസ്റ്റലിലോ മതിലിലോ ഒക്കെ കൊണ്ടുവച്ച് വണ്ടികൾ ഇടിക്കുമെന്നാണ് ടീച്ചർ പറയുന്നത്. ഇങ്ങനെയാണ് ആ കുട്ടിക്ക് മരണം അവിടെ തീരുമാനിച്ചിരുന്നത്. അവൻ ഇനിയിപ്പോൾ അവൻ വിലസി നടക്കും. അവൻ എന്നിട്ട് അതൊന്ന് രക്ഷിക്കാൻ പോലും തയ്യാറാവാത്ത ഈ ഡോക്ടറെന്ന് പറയുന്ന യവൻ്റെ മനസ്സ് കട്ടി തന്നെ. പോലീസ് സംരക്ഷിക്കുന്നതായിട്ടാണ് പറയണത്. ഇനി എന്താണ് അവിടെ നടക്കാൻ പോണത്? എവിടെ ഇതൊന്നും ഇല്ലാത്ത രീതിക്ക് എല്ലാ കേസുകളും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് കേസിന് അത് വെറുതെ അതങ്ങ് പോകും. കുറച്ച് ദിവസത്തെ ഒരു ന്യൂസ് മാത്രം. പിന്നെ എല്ലാത് തേഞ്ഞ് മാഞ്ഞങ്ങ് പോകും. മോളെ വീട്ടുകാർക്ക് നഷ്ടമായി, അച്ഛനും അമ്മയ്ക്കും ആ സഹോദരനും നഷ്ടമായി. എന്നാലും ആ സമയത്ത് ഈ ഡോക്ടറെന്ന് പറയുന്ന യവന് ആ ജീവനെടുത്ത് എങ്ങനെയെങ്കിലും ആശുപത്രിയിൽ എത്തിക്കാമായിരുന്നു. പിന്നെ എങ്കിലും അത് അങ്ങനെയെങ്കിലും വിചാരിക്കാമായിരുന്നു. യവൻ ഇട്ടെറിഞ്ഞിട്ട് അവൻ ഓടുകയാണ് ചെയ്തത്. യവന് ഒരു ബോധം ഇല്ലാതെ അവൻ ചെയ്തതാണ്. വാഹനങ്ങൾ ഓട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. സത്യം പറയാൻ പേടിയാവും തന്നെ. റോഡിലേക്ക് പോകുന്ന വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് വരുന്നത് കണ്ട. KSRTC ബസ്സായാലും അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സായാലും ഇവർക്കൊക്കെ മത്സര ഓട്ടമാണ്. ജീവൻ ഒരു വിലയില്ലാത്ത രീതിക്കാണ് അവരെയൊക്കെ ഓട്ടം. അവരൊക്കെ പെട്ടെന്ന് എത്തണം, മുമ്പെടുക്കണം. ഇതിന് വേണ്ടിയിട്ടുള്ള ഓട്ടങ്ങൾ എത്ര ജീവനുകളാണ് ആ ബസ്സിൻ്റെയൊക്കെ ഇടയിൽ സംഭവിക്കുന്നത്. ഇതുപോലെ നടന്നു പോയ ഒരു സ്ത്രീ ആയിരുന്നു ഈ ഇടയ്ക്ക് വെച്ച് പാരിപ്പള്ളിയിലോ അങ്ങനെ അങ്ങാണ്ട വെച്ചിട്ട് അവർ രക്ഷപ്പെട്ടു. അവരെ കയറി ഇറങ്ങി അവർ രക്ഷപ്പെട്ടു. ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. സ്കൂളുകളിലായാലും കോളേജുകളിലായാലും പോയിട്ട് വരുന്ന കുട്ടികൾ റോഡ് മറികടക്കുന്ന സമയത്ത് അവരെ ഇടിച്ചു തെറിപ്പിച്ചിട്ടുകൊണ്ട് പോകുന്നതുണ്ട്. അവർക്കൊക്കെ ഒരു ജീവനാണ്. നിങ്ങളത് ഓർമ്മിക്കുക. അതുപോലെ ദയവ് ചെയ്ത് നിങ്ങളൊക്കെ ഈ ലഹരി മരുന്നൊക്കെ അടിച്ചും കൊണ്ട് നിങ്ങൾ വാഹനങ്ങൾ ഓട്ടിക്കാതിരിക്കുക. മദ്യവും മയക്കുമരുന്നും അടിച്ചും കൊണ്ട് നിങ്ങൾ ഈ വാഹനങ്ങൾ ഓട്ടിക്കരുത്. ജനങ്ങളെ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾ ജനങ്ങളെ അതിനകത്ത് കയറ്റിയിരുത്തി വാഹനങ്ങൾ ഓട്ടിക്കാതിരിക്കുക. നിങ്ങൾ ഇടിച്ചു മറിച്ചിടുന്ന നിങ്ങളെപ്പോലെ തന്നെയാണ് ഈ നടന്നു പോണ ആളുകളുടെയും ജീവനെന്ന് നിങ്ങൾ ഓർമ്മിക്കണം. നിങ്ങളെയൊക്കെ വീടുകളിൽ ഇരിപ്പൂലേ ഓരോരുത്തർ, മക്കളായിരുന്നാലും എല്ലാവരും ഇല്ലേ?